ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ മലയോര ഹൈവേയുടെ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. കാളികാവ് മുതൽ പൂക്കോട്ടുംപാടം വരെയുള്ള റീച്ചിൻ്റെ പണി എത്രത്തോളം ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോയിൽ നോക്കിയത്. ഇത് പൂക്കോട്ടുംപാടം ടൗൺ മുതൽ നിലമ്പൂർ വരെ ഉള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പൂക്കോട്ടുംപാടം ടൗൺ കഴിഞ്ഞിട്ടാണ്. ഇവിടെയൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്, ലൈൻ മാർക്കിംഗ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വീതി അത്യാവശ്യം വീതി ഉണ്ട് എന്നുള്ളൂ, പഴയതിനേക്കാളും കുറച്ച് വീതി കൂട്ടിയിട്ടുള്ളൂ. കൂടുതൽ സ്ഥലങ്ങളൊന്നും അക്വയർ ചെയ്തിട്ട് അത്ര വിപുലമായിട്ട് വൈഡനിങ് ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു പാത മൊത്തത്തിൽ. പക്ഷേ റോഡ് നല്ല നീറ്റാണ്, വർക്കെല്ലാം നല്ല ക്ലിയറാണ്. വണ്ടി ഓടിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട്, അതുപോലെ തന്നെ നൈറ്റിൽ രാത്രിയൊക്കെ സഞ്ചരിച്ചപ്പോൾ നല്ല റിഫ്ലക്ടറൊക്കെ മൊത്തത്തിൽ എല്ലായിടത്തും റിഫ്ലക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മൾ 5-ാം മൈൽ എന്നുള്ള സ്ഥലം കഴിഞ്ഞ് ഇത് നിലമ്പൂർ ടൗൺ വരെ നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ആ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ അണ്ടർ പാസേജിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു മുക്കട്ട ഏരിയയിൽ പണി ബാക്കിയുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ നിലമ്പൂരിലോട്ട് ഡൈവേർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. 1-2 സ്ഥലങ്ങളിൽ ഡൈവേർട്ട് ചെയ്തിട്ട് വേണം നിലമ്പൂരിലെത്താൻ. റെയിൽവേയുടെ അണ്ടർ പാസേജിൻ്റെ പണി കാരണം ഏകദേശം തീരാറായിട്ടുണ്ടത്. ഒരു 2 മാസത്തിനകം തുറന്നു കൊടുക്കുന്നതാണ് കരുതുന്നത്. ഇപ്പോൾ താഴെ കൂറ്റമ്പാറ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് കരുളായി റോഡ് വഴിയാണ് ഞാൻ നിലമ്പൂർ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് റെയിൽവേൻ്റെ അതുവരെയുള്ള ഒരു സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് കരുളായി റോഡ് വന്ന് നിലമ്പൂർ റോഡിലേക്ക് ചേരുന്ന ആ ഒരു ഏരിയ തൊട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല, ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചില ലെഫ്റ്റ് സൈഡിൽ ചില ഏരിയകളിലൊക്കെ ഡ്രെയിനേജിൻ്റെ പണി ബാക്കിയുണ്ട്, അതുപോലെ തന്നെ ലൈൻ മാർക്കിംഗ് ഒക്കെ ബാക്കിയുണ്ട്. റൈറ്റ് സൈഡത്തെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിലമ്പൂർ ചന്തക്കുന്ന് വരെ. അപ്പോൾ ഇതുവരെയാണ് ഈ റോഡ് വന്ന് നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ വഴിക്കടവ് റോഡും ലെഫ്റ്റിലോട്ട് മഞ്ചേരി, അരീക്കോട്, എടവണ്ണ ആ റൂട്ടുമൊക്കെയാണ്. അപ്പോൾ ഇതുവരെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ.